എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ റോൾഡ് ഓട്സ് ഒരു 1/4 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. നമുക്കിതിന് ഇൻസ്റ്റൻറ്റ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്റ്റീൽ കട്ട് ഓട്സ് ആണെങ്കിൽ കുറച്ചധികം നേരം കുതിർത്ത് വെക്കേണ്ടി വരും. ഇത് റോൾഡ് ഓട്സ് ആണ്. ഇത് ഞാൻ കുറച്ച് നേരം കുതിർത്ത് വെക്കുന്നുണ്ട്. കുറച്ച് 20 മിനിറ്റ് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ആദ്യം കഴുകിയെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കഴുകാൻ പറ്റില്ല. അത് പെട്ടെന്ന് അവിൽ പോലെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുതിർന്നു പോകും. റോൾഡ് ഓട്സ് ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ കഴുകിയെടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. ചിയ സീഡ്സ് കഴുകാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചിയ സീഡ്സ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ചിയ സീഡ്സ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ഒരു കട്ട പിടിച്ച പോവും. അതുകൊണ്ട് നമുക്ക് ഇത് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റോ 20 മിനിറ്റോ നമുക്ക് കുതിർത്ത് വെക്കാം. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കുതിർത്ത് വെക്കാം അല്ലേ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പാലിന് പകരം തൈരോ യോഗട്ടോ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 5 ബദാം, കുറച്ച് മുന്തിരി, ഒരു 3 ഈത്തപ്പഴം കുരുകളഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈത്തപ്പഴം ചേർക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് ഹണി ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. ഞാനിന്നിവിടെ റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. ഓരോ പ്രാവശ്യം നമുക്ക് സ്മൂത്തി ഉണ്ടാക്കുമ്പോഴും പഴങ്ങൾ മാറ്റി മാറ്റി വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഇവിടെ 2 തരത്തിൽ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ കൂടെ അടിച്ചെടുക്കാനും മറ്റേത് ഒരു ചെറിയൊരു ഡെക്കറേഷനും. ഇനി നമുക്കിതൊക്കെ കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നേരത്തെ മുറിച്ച് വെച്ച പഴം, പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം ചെറുതാക്കി അരിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. അതിനുവേണ്ടി ചേർത്ത് കൊടുക്കുന്ന ഇതിൻ്റെ കൂടെ നമുക്ക് പുളിയില്ലാത്ത പഴങ്ങൾ, അതായത് ആപ്പിളൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. പുളിയുള്ള പഴങ്ങൾ, മുന്തിരി, ഓറഞ്ച് അതൊന്നും ഇതിൻ്റെ കൂടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇതിൽ നമുക്ക് ഫ്ലേവറിങ് ഏജൻ്റായിട്ട് കറുവപ്പട്ടയോ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു സ്മൂത്തിയാണിത്. അല്ലാതെ നമ്മൾ തിരക്ക് പിടിച്ച ലൈഫിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇതാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്